ഇടതുപക്ഷം പറയുന്നത് തന്നെ അവരിൽ നിന്ന് തന്നെ വന്നുപോയതാണ്. ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല. മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി, അത് നിങ്ങളുടെ മനസ്സിലിരിപ്പാണ്. ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടത്തിന് മുൻപന്തിയിൽ നിൽക്കാൻ ചെറുതാണെങ്കിലും ഇടതുപക്ഷത്തിനെ കഴിയുള്ളൂ എന്ന് കേരള ജനത മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ തവണ 18 എണ്ണത്തിന് കേരള ജനത ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം തന്ന് ജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് വിട്ടു. എന്നിട്ട് കേന്ദ്രത്തിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നിപ്പയും കൊറോണയും ഓക്കിയും പ്രളയങ്ങളും വന്ന് കേരളം പകച്ചു നിന്നപ്പോൾ ആ സമയത്ത് കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ വന്ന സംഘപരിവാർ കേന്ദ്ര ഭരണത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തെയും കേരള ജനതയും ദ്രോഹിച്ചവരാണ് നിങ്ങളെന്നും കേരള ജനത മനസ്സിലാക്കി. കാരണം അവരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ തവണ സംഘപരിവാറിനെതിരെ യുദ്ധം ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് മലപ്പുറത്ത് ജനതയെ പറ്റിച്ച് ലക്ഷങ്ങളുടെ വോട്ടും വാങ്ങി കേന്ദ്രത്തിൽ പോയിട്ട് അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോൾ നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ നട്ടലും നിങ്ങളുടെ ആശയവും ആദർശവും സംഘപരിവാറിന്റെ മുമ്പിൽ പണയം വെച്ച് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യനാണ് നിങ്ങൾ. അതും എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര ബില്ലിനെതിരെ ഒന്ന് വോട്ട് ചെയ്യാൻ പോലും പറ്റാതെ ബിരിയാണി ചെമ്പിന്റെ മറവിൽ ഒളിച്ചിരുന്നതും കേരള ജനത കണ്ടതാണ്. വിമാനം വൈകിപ്പോയി എന്ന് കള്ളം പറഞ്ഞ് പല വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നതും കേരള ജനത കണ്ടതാണ്. നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്ത്. എണ്ണ ഞാൻ പറയുന്നില്ല, അത്ര കുറവാണ്. അതെ, പൊന്നാനിയിലൊക്കെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. കാരണം പൊന്നാനിയിലെയും മലപ്പുറത്തെയും ജനത തലച്ചോറും നട്ടലും നിങ്ങളുടെ മുമ്പിൽ പണയം വെച്ചിരിക്കുന്നു എന്നുള്ള ധാർഷ്ട്യമാണ് നിങ്ങളെ കൊണ്ടത് പറയിപ്പിച്ചത്. പിന്നെ സർവേ ഫലങ്ങൾ, കഴിഞ്ഞ തവണ സർവേ നടത്തി നിങ്ങളെ ആഭ്യന്തരമന്ത്രിയും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയുമാക്കിയ അതേ മാധ്യമങ്ങൾ തന്നെയാണല്ലോ ഈ സർവേ നടത്തിയത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിന് കുറവ് സീറ്റുകളാണ്, എണ്ണം ഞാൻ പറയുന്നില്ല എന്ന് പുച്ഛത്തോടെ നിങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വട്ടം 44 എണ്ണം ഇന്ത്യയിലാകെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് കേന്ദ്രത്തിന്റെ തിട്ടൂരത്തിനെതിരെ സംഘപരിവാറിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ആരെങ്കിലും ഒരെണ്ണം ഒന്ന് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തത് നിങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചു തരണം. പക്ഷേ നിങ്ങൾ എണ്ണത്തിൽ ചെറുതെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഞങ്ങൾ ഇടതുപക്ഷം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മുസ്ലിം ചേരി പൊളിക്കാൻ ബുൾഡോസറുകളുമായി വന്ന സംഘപരിവാറിന്റെ മുമ്പിൽ സുപ്രീം കോടതിയുടെ വിധി പകർപ്പുമായി പ്രതിരോധ കോട്ട കെട്ടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരുന്നു. വൃന്ദ കാരാട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് വനിതാ സഖാവായിരുന്നു. ബൽക്കീസ് ബാനു എന്ന മുസ്ലിം സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത 11 പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിക്ക് പോകാൻ മുൻപന്തിയിൽ നിന്നത് സുഭാഷിണി അലി എന്ന കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വനിതാ സഖാവാണ് ആ സമയത്തും മൗനം പാലിച്ച നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന വിപ്ലവ തീ സഖാവ് ആനി രാജ. മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് ചുവന്ന മണ്ണായ കേരളമായിരുന്നു. ആ കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയനായിരുന്നു. അതുപോലെ കർഷകരുടെ സമരത്തിനും മുൻപന്തിയിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ നേതാക്കളും ഉണ്ടായിരുന്നു. കേരളത്തിനെതിരെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികപരമായും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഞെരുക്കിയപ്പോൾ അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം നിന്ന് കേരളത്തെ വഞ്ചിച്ചവരാണ് നിങ്ങളെന്ന് കേരള ജനത എന്നെ തിരിച്ചറിഞ്ഞതാണ്. അപ്പോ അവർക്കിപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല. അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയില്ല. പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകില്ല. കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്കുക? അത് വിശദീകരിക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, സംഘപരിവാറിനെതിരെ ഞങ്ങൾ എങ്ങനെ പോരാട്ടം നടത്തുന്നു എന്ന് കേരള ജനത കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്വന്തം എം പിയായ കോൺഗ്രസുകാരനായ എൽസാൻ ജാഫ്രിയെ ചുട്ടുകൊന്നതിനെതിരെ അദ്ദേഹത്തിന്റെ വിധവ സാക്കിയ ജാഫ്രി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ ഒരു നിയമസഹായവും ചെയ്ത് കൂടെ നിൽക്കാത്ത ചതിയന്മാരാണ് നിങ്ങൾ കോൺഗ്രസുകാരും ലീഗും UDF-ഉം. അവരെ സഹായിച്ചാൽ
ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടില്ല എന്ന് ഭയന്ന് ഓടി ഒളിച്ചവരാണ് നിങ്ങൾ. ആ നിങ്ങളാണോ വീണ്ടും ഇല്ലാ കഥകളും കള്ളത്തരങ്ങളും പറഞ്ഞ് കേരള ജനതയെ പറ്റിക്കാൻ നോക്കുന്നത്? പ്രിയപ്പെട്ട വോട്ടർമാരെ, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി കൂട്ടമാണിവർ. അധികാരത്തിനു വേണ്ടി എന്ത് നെറികെട്ട പണിയും ചെയ്യുന്നവരാണിവർ. നിങ്ങളുടെ പൗരാവകാശം ഇവർക്കുള്ള മറുപടിയായിരിക്കണം. കഴിഞ്ഞ 5 വർഷം സംഘപരിവാറിനോടൊപ്പം ചേർന്ന് കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ ഗൂഢ ശ്രമങ്ങൾക്കെതിരെ നിങ്ങളുടെ പൗരാവകാശം ഇടതുപക്ഷ എംപിമാർക്ക് നൽകി അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് കേരളത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. സഹകരിക്കുക, സഹായിക്കുക.